1,02,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ, ഏറ്റവും റേറ്റ് കുറഞ്ഞ അല്ലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വന്നേക്കുന്ന ഒലയുടെ ഒരു വേരിയന്റ് ആണ് ഈ എക്സ് പ്ലസ് എന്നുള്ളത് അല്ലെ. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. ഹലോ ഹായ് നമസ്കാരം. ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പതിപോലെ തന്നെ ഒലയുടെ ഷോറൂമിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒലയുടെ S1 X Plus എന്നുള്ള ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് റിവ്യൂ ചെയ്യാഞ്ഞത്, പുതിയ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്താൽ അതിന്റെ ഒന്നും മനസ്സിലാകത്തില്ല, അതിന്റെ റൈഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞിട്ട് അതിന്റെ എങ്ങനെയാണോ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എല്ലാം കണ്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. സോ നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവരാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ താരം. ഒലയുടെ S1 X Plus എന്നുള്ള ആ ഒരു മോഡലാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടുത്തെ ഷോറൂം എക്സിക്യൂട്ടീവും കൂടാതെ ബ്രാൻഡ് ചാമ്പ്യനും ആയിട്ടുള്ള സാമുൽ ആയിരിക്കും ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. സോ സാമുലിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹായ് സാമുൽ. ഇനി ഒല S1 Plusന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാൻ പോകുന്നത് സാമുലായിരിക്കും. സാമുൽ ഒരു ബ്രാൻഡ് ചാമ്പ്യൻ കൂടിയാണ്. സോ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും നമുക്ക് സാമുലിനോട് ചോദിക്കാം. ഒലയ്ക്ക് വേറെ കുറെ മോഡൽസ് ഉണ്ടല്ലോ, ഇത് അതിലെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരു മോഡലാണ് ഇപ്പൊ ഇറക്കിയേക്കുന്നത് അല്ലെ. നമുക്ക് ആ ഒരു മോഡലായിട്ട് കമ്പയർ ചെയ്ത്, അതായത് ഒല S1 Air, ഒല S1 Pro അങ്ങനെ 2-3 മോഡൽ ഉണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മെയിൻ തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എയറിൽ വരുമ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സ്പീക്കറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെയിം 3 kW ബാറ്ററിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഹബ് മോട്ടറാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഫ്രണ്ടും റെയർ ബ്രേക്കും ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34 ലിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എന്താ പറയാ, അത്യാവശ്യം പല കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ എക്സ്പ്രസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വരുമ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 125 സർട്ടിഫൈഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 125 ആണ് ടോപ്പ് റേഞ്ച് വരുന്നത് അല്ലേ. പിന്നെ നോർമൽ ചാർജ്, അതെ, ഒരു ഫുൾ ചാർജിൽ. ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 6-7 മണിക്കൂർ മതി ഒരു ഫുൾ ചാർജും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട്. 3 kW ബാറ്ററിയാണ് യൂസ് ചെയ്തത്. ചാർജ് വരാനായിട്ട് 6 to 7 hours ആണ് വാറന്റി വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നതിന് എത്ര? നമുക്ക് ഈക്കോയിൽ വരുമ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്പീഡ് വരുമ്പോഴത്തേക്കും 90 ആണ് വരുന്നത്. എത്ര മോഡാണുള്ളത്? നമുക്ക് 3 മോഡാണ് ഉള്ളത്. ഒന്ന് ഈക്കോ, പിന്നെ നോർമൽ, പിന്നെ സ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഒല S1 ഉണ്ടായ ആ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ടോപ്പിന്റെ മിഡിൽ വേരിയന്റിന്റെ സെയിം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു X Plus എന്നുള്ള ആ ഒരു മോഡലിലും കൊടുത്തേക്കുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തിയേക്കുന്നത് അല്ലെ. അതുകൂടാതെ ഇതിന്റെ ഹാൻഡിൽ ബാർ ഒക്കെ അത്യാവശ്യം സ്കെൽട്ടൺ മോഡൽ ആക്കിയല്ലേ. കൂടാതെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ചോക്ക് എടുത്ത് കളഞ്ഞല്ലേ നമ്മള്. ഓക്കെ, അലോയ് അല്ല കൊടുത്തേക്കുന്നത്. സാധാരണ നമ്മള് നോർമൽ സ്കൂട്ടേഴ്സിന്റെ പോലത്തെ തന്നെ അലോയ് കൊടുക്കുന്നത് നമ്മള് പ്രോ എന്ന് പറഞ്ഞ ഒരു വേരിയന്റിനാണ്. ടോപ്പിന്റെ വേരിയന്റിൽ മാത്രമേ അലോയ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. S1 Airന് കൊടുക്കുന്നത് സെയിം തന്നെയാണ്. സെയിം ഇത് തന്നെയാണ് അല്ലെ ഈ ഒരു. അതുകൂടാതെ പിന്നെ ഈ ടയർ ഇഞ്ച് സൈസ് വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സെയിം തന്നെയാണ് അല്ലെ. അതെ, നമുക്ക് വരുമ്പോഴത്തേക്ക് എയറിന്റെ പോലെ തന്നെയാണ്. ഇതിന് വരുമ്പം 2 ഡ്യുവൽ ഷെയ്ഡ് കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ. സിംഗിൾ കളേഴ്സ് 2 ആണ് അവൈലബിൾ. ഒന്ന് ലിക്വിഡ് സിൽവറും പിന്നെ വൈറ്റ് എന്നും പറഞ്ഞു. ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ട്? നമുക്കൊരു 6 കളേഴ്സും. 6 കളേഴ്സിലാണ് ഈ X Plus വന്നേക്കുന്നത് അല്ലേ.
നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും 2 കളർ ടോണിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഇത് സിൽവർ കളർ, അതെ അതെ, സിൽവർ ബ്ലാക്ക് അങ്ങനെ കോമ്പിനേഷനിൽ, അതുപോലെ തന്നെ ഗ്രീൻ ബ്ലാക്ക് അങ്ങനെ കോമ്പിനേഷനിലൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഹെഡ്ലൈറ്റിലൊന്നും വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ചെറിയ വൈസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഹാൻഡിൽ ബാർ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഹാൻഡിൽ ബാർ സെക്ഷനിലെ ഡിസ്പ്ലേ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഇതിന്റെ ഹാൻഡിൽ ബാർ സെക്ഷനിൽ എന്തൊക്കെ സ്വിച്ചസ് ആണെന്നൊന്ന് വേഗം ഒന്ന് പറയാമോ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ ബട്ടൺ ആണ് കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താണ് ഓൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വെഹിക്കിളിൽ പാസ്വേഡ് അടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 to 9 വരെ ഇത് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യും, 9 to 1 വരെ ഇതാണ് നമ്മൾ ഓക്കെ ബട്ടൺ കാര്യങ്ങളൊക്കെ. ഡിസ്പ്ലേയിൽ അപ്പൊ ചേഞ്ച് ആവുന്നുണ്ടല്ലോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 നിന്ന് 1 വരാൻ വേണ്ടിട്ട് ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ ബട്ടൺ ആണ് ഈ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആണ്, ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 5 ഇഞ്ച് സ്ക്രീനിന്റെ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണല്ലേ കൊടുത്തേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ബാറ്ററി ഉണ്ട്, റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്താണ് ഇതിനകത്ത് മാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിൽ മാപ്പും പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് കൂടെ തന്നെ എങ്ങനെയാണ് 10x10 നാവിഗേഷൻ ആണ്. ഇതിൽ ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ ഉണ്ട്, അതുകൂടാതെ പാർക്കിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ബാറ്ററി പെർസെന്റേജ്, ടൈം, റേഞ്ച്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹൈ ബീമും ലോ ബീമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയണൽ എന്താണ് റിവേഴ്സും പിന്നെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ. ഇതിൽ ക്രൂസ് കൺട്രോൾ ഉണ്ടല്ലോ. അതെ, നമ്മുടെ എല്ലാ വെഹിക്കിൾസിനും നമ്മൾ എന്താണ് ക്രൂസ് കൺട്രോൾ, റീജനറേഷൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ, ഹോൺ കാര്യങ്ങളൊക്കെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വന്നേക്കുന്നത്. ഡിസ്പ്ലേ ഒരു 5 ഇഞ്ച് ഡിസ്പ്ലേന്റെ ആണ്. ഇതില് സ്പീക്കർ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ചസ് അതിന് ഡെഡിക്കേറ്റ് ആയിട്ടില്ല. സ്പീക്കർ ഇതിനടുത്ത് കളഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. പിന്നെ കൂടാതെ ഇവിടെ തന്നെയാണ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. USB ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫോണൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ ആദ്യത്തെ വന്നേക്കുന്ന ഓലയിൽ അത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ലൊരു പോക്കറ്റ് സൈസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഹാങ്ങിങ്ങിനുള്ള ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൂട്ട് തുറക്കാൻ വേണ്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിവേഴ്സ് ബട്ടണിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 seconds ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഘം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. ഓക്കെ. അതൊരു ടച്ച് ആൻഡ് ഹോൾഡ് ആണല്ലേ? ആ ഒരു റിവേഴ്സ് ബട്ടണിൽ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് എത്ര ലിറ്ററിന്റെ ബൂട്ട് സ്പേസ്? 34 ലിറ്ററും കാര്യങ്ങളൊക്കെയാണ്. 34 ലിറ്റർ. S1 പ്രോന് എത്രയുണ്ട്? സെയിം ആണ്. നമ്മള് വ്യത്യാസമില്ല അല്ലെ? എല്ലാം സെയിം തന്നെയാണ്. അതുകൂടാതെ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സെഷൻ ആണെന്നുള്ള ഇവിടെ ഒരു എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നിങ്ങൾക്ക് അതിപ്പോ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇല്ല അല്ലെ? ഓക്കെ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓല യൂസ് ചെയ്യുന്ന ഒട്ടുമിക്കവർക്ക് അറിയാവുന്നതാണ് ആ ഒരു ബൂട്ട് സ്പേസ്. സീറ്റൊക്കെ എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം ഇല്ല. ബാക്കിലേക്ക് വന്നാൽ പിന്നെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം ഹബ് മോട്ടറായി. ബെൽറ്റ് മോട്ടറിൽ നിന്ന് മാറിയിട്ട് ഹബ് മോട്ടറായി. അവിടെയും ബാക്ക് സൈഡിൽ ഡ്യുവൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. മോണോ സസ്പെൻഷൻ എടുത്ത് കളഞ്ഞ് ഡ്യുവൽ സസ്പെൻഷൻ ആണ് ബാക്ക് സൈഡിലായിട്ടും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് സിംഗാമൊക്കെ ഇവിടെ പ്രൊജക്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹബ് മോട്ടറിന്റെ ഡീറ്റെയിൽസ് പറയാമോ? അതിന്റെ പവറും കാര്യങ്ങളൊക്കെ? അതിന്റെ പവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 കിലോവാട്ടിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. 6 കിലോവാട്ടിന്റെ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇത് ഓലയുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് അല്ല, അതായത് നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് പർച്ചേസിങ് കാര്യങ്ങളല്ല, എല്ലാം ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ബാക്കിലെ ഗ്രാബ് റെയിൽ ആണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഗ്രാബ് റെയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ചാർജിംഗ് പോർട്ട് സെയിം ആണ്. ഈ ഒരു ബാക്ക് സൈഡിൽ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ചാർജിംഗ് പോർട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയന്റ് തന്നെ അല്ലേ? പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോ എല്ലാ നമ്മുടെ സ്കൂട്ടേഴ്സിനും നമ്മൾ 8 വർഷത്തെ ബാറ്ററി റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ കാര്യങ്ങൾ. അത് നല്ല കാര്യമുണ്ടോ? 8 കൊല്ലമാണ് ബാറ്ററിക്കുള്ള വാറന്റി ഇപ്പൊ അവർ കൊടുക്കുന്നത്. അത് പുതിയ വണ്ടി എടുക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നതാണ്. ഏതൊരു മോഡൽ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു 8 വർഷത്തെ ബാറ്ററി വാറന്റിയും അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ നമ്മൾ കൊടുക്കും. ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, അതായത് ഇലക്ട്രിക് സ്കൂട്ടറിന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട 2 കാര്യങ്ങളാണെന്ന്, മോട്ടർ, ബാറ്ററി, ഇങ്ങനെ 2 കാര്യങ്ങള്. അതിൽ ബാറ്ററിയുടെ കാര്യം ഇവര് സോൾവ് ചെയ്തിട്ടുണ്ട്. 8 കൊല്ലമാണ് വാറന്റി കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. രണ്ടും അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം. എത്രയാണ് ഇതിന് വന്നേക്കുന്നത് ഓൺ റോഡ് പ്രൈസ്? ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,02,000 മാത്രമേ ഉള്ളൂ. 1,02,000 1,02,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം.
ഓക്കെ, ഏറ്റവും റേറ്റ് കുറഞ്ഞ അല്ലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വന്നേക്കുന്ന ഒലയുടെ ഒരു വേരിയന്റ് ആണ് ഈ എക്സ് പ്ലസ് എന്നുള്ളത് അല്ലെ. ബാറ്ററി ചേഞ്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കിലോ വാട്ട് തന്നെയാണ് നമ്മൾ അല്ലാതെ 4 കിലോ വാട്ട് അങ്ങനെയൊന്നും ഇല്ല. 3 കിലോ വാട്ടിന്റെ ഒറ്റ ബാറ്ററി പാക്ക് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് ഫിക്സ്ഡ് ബാറ്ററി പാക്ക് ആണ് വന്നേക്കുന്നത് അല്ലെ, താഴെയായിട്ടില്ല ഇതിന്റെ ബാറ്ററി പാക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബേസിക് അല്ല, ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇതിന്റെ എങ്ങനെയുണ്ട് ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ S1 Pro, S1 Air അങ്ങനെ കുറെ വേരിയന്റ് ഉണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന എക്സ് പ്ലസിന്റെ എങ്ങനെയുണ്ട് സെയിൽസ് കാര്യങ്ങളൊക്കെ? നമുക്ക് എന്താണ് കസ്റ്റമേഴ്സ് എന്താണ് നീഡ്സ് അനുസരിച്ചാണ്. ഓക്കെ, അത്യാവശ്യം എന്താ പറയാ ഇതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അധികം ഒന്നും യൂസേജ് വേണ്ട, സ്പീക്കർ പാട്ട് കേൾക്കുന്ന ശീലമില്ല, അങ്ങനത്തെ എന്താ പറയാ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ എക്സ് പ്ലസ് പ്രൊവൈഡ് ചെയ്യും. ഇതിനിപ്പോ അത്യാവശ്യം പ്രീമിയം ലുക്ക് വേണം എന്നാൽ ഒട്ടും എന്താണ് ഹൈ പ്രൈസ് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എയർ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ എന്താണ് പ്രോ വേണം, മീൻസ് ടോപ്പ് വേരിയന്റ് വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രോയും കാര്യങ്ങളൊക്കെ. ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള വേരിയന്റ് ആണ് ഈ ഒലയുടെ ഷോറൂമിൽ കിട്ടാൻ പോകുന്നത്. ഒരു പ്രീമിയം വേരിയന്റ് വേണമെങ്കിൽ ടോപ്പ് എൻഡ് ആയിട്ടുള്ള S1 Pro എന്നുള്ള വേരിയന്റ് സെലക്ട് ചെയ്യാം. അതല്ല അത്രയും വേണ്ട, എനിക്ക് പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാം, അങ്ങനെ ഒരാളാണ് വരുന്നതെങ്കിൽ നമുക്ക് S1 Plus ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള മിഡിൽ വേരിയന്റും ഉണ്ട് അല്ലേ? സോ ഇതിന് നമുക്ക് ഷോറൂമിൽ നടക്കണം എന്നുണ്ടെങ്കിൽ EMI ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് 1 ടൈം പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പേരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒലയുടെ ഷോറൂമിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീപ്സ്, IDFC, ബജാജ്, L&T എല്ലാം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് എന്താ പറയാ കസ്റ്റമേഴ്സിന്റെ സിബിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഡൗൺ മാക്സിമം നമ്മുടെ സിബിൽ സ്കോർ നോക്കിയിട്ടാണ് മാക്സിമം നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര അടക്കേണ്ടി വരും? സിബിലിന്റെ ഇത് കോട്ടക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും 5,000 ഡൗൺ അടച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മന്ത്ലി എത്ര പേയ്മെന്റ് വരുമായിരിക്കും? ഒരു 5,000 ബിലോ ഒക്കെയാണ് വരുന്നത്. ഒരു 3 കൊല്ലത്തേക്ക് അല്ലെ? 3 കൊല്ലമാണ് വരുന്നത്. 5,000 ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഓ, അത് വലിയൊരു കാര്യമാണ്. മന്ത്ലി ഒരു 5,000 അടക്കാൻ പറ്റിയാൽ നമുക്ക് 3 കൊല്ലം കൊണ്ട് ഈ വണ്ടിയുടെ ഫുൾ പേയ്മെന്റും തീർക്കാം. സോ മാക്സിമം നമുക്കത് യൂട്ടിലൈസും ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഒല S1 X Plus എന്നുള്ള ഈ ഒരു വേരിയന്റ്. മറ്റു 2 വണ്ടികളും ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഐ ബട്ടണിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ സർവീസും കാര്യങ്ങളാണ്. എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സാമുവിനോട് ചോദിക്കാം. എങ്ങനെയാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ? നമുക്ക് ആക്ച്വലി ഒരു പീരിയോഡിക് സർവീസ് വരുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും എന്താ പറയാ മോട്ടറിൽ നിന്ന് എന്തെങ്കിലും സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് സർവീസ് സെന്റർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിഞ്ചോട്ടിൽ പുതിയൊരു 3000 സ്ക്വയർ ഫീറ്റിന്റെ സർവീസ് സെന്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നത് കറന്റ് അവൈലബിൾ ആണ്. എറണാകുളത്ത് പുളിഞ്ചോട്ടിലുണ്ട്, തോപ്പുംപടിയിലുണ്ട്, പിന്നെ എടപ്പള്ളിയിലുണ്ട്, പിന്നെ നോർത്ത് പറവൂർ. ഓക്കെ, ആ സർവീസിന്റെ സെന്ററിന്റെ പോരായ്മയായിരുന്നു ഈ ഒലയുടെ ഏറ്റവും വലിയൊരു ഫോൾട്ട് ആയിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നിച്ചത്. ഇപ്പൊ അതും മാറ്റിയിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം നല്ല വലിയൊരു സർവീസ് സെന്റർ തന്നെയാണ് പുളിഞ്ചോട് അല്ലെ? അപ്പോ നമുക്കിനി ചൂസ് ചെയ്യാം. തോമ്പടി നിയർ ബൈ ആ ലൊക്കേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം. അതല്ല എടപ്പള്ളിയിലാണെങ്കിൽ അവിടെ പോകാം, പുളിഞ്ചോട് പോകാം. അപ്പൊ നമുക്കൊരു ചൂസ് ചെയ്ത് നമുക്ക് ഏതാണോ നമ്മുടെ നിയർ ബൈ ലൊക്കേഷൻ അവിടെ പോയി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞു തന്നതില് താങ്ക്സ് ഈ ഒരു വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ. സോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒല S1 X Plus എന്നുള്ള ആ ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. ഏതൊരു ഏജ് കാറ്റഗറി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പല പോരായ്മകൾ ഉണ്ടായതെല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. ഞാനത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡ്യുവൽ ഷോക്കും കാര്യങ്ങളും അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു ഒലയുടെ വണ്ടികൾക്ക് നേരത്തെ, അതെല്ലാം അവർ മാറ്റി ഒരു അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒല S1 X Plus എന്നുള്ള ഒരു മോഡല് അവർ ഇറക്കിയേക്കുന്നത്. ഹബ് മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡ്യുവൽ ഷോക്ക് ബാക്ക് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗ്രാബ് റെയിലും കാര്യങ്ങളെല്ലാം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് സ്പീക്കർ ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. വണ്ടിയുടെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേയിലാണ്. ഒരു 5 ഇഞ്ചിന്റെ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് പാസ്കോഡും കാര്യങ്ങളെല്ലാം ഇതിൽ സ്വിച്ച് ബൈ ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ടച്ച് സ്ക്രീൻ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ച് ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒല S1 Pro ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഏജ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വേണ്ട ആവശ്യമില്ല, നമ്മൾ പാർട്ടി ആയിട്ടുകൊണ്ടല്ല വണ്ടി ഓടിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ X Plus എന്നുള്ള ആ ഒരു മോഡൽ ചൂസ് ചെയ്യാം. ഇതിന് വരുന്ന ടോപ്പ് ആൻഡ് റേഞ്ച് വരുന്നത് 125 ആണ്. സോ നിങ്ങൾക്ക് റേഞ്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വേരിയന്റിലേക്ക് മാറാം. അതല്ല നിങ്ങൾക്ക് 125 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്കൊരു അസറ്റ് തന്നെയാണ്.
സോ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ ഒല S1 X Plus എന്നുള്ള ആ ഒരു വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എടുത്തത്. അത്യാവശ്യം ഇപ്പൊ നിരത്തിലുള്ള ഒരു വണ്ടി തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഈ ഒരു വണ്ടി വാങ്ങാം. ഇനി ഈ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിന്റെ ഫുൾ ഡീറ്റെയിൽസും കൂടാതെ എക്സിക്യൂട്ടീവിന്റെ കോൺടാക്ട് നമ്പറും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. വൈറ്റില ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഷോറൂമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇത്രയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക. എന്റെ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്ത് ദീപു ദിലീപാണ്. വി ആർ സൈനിങ് ഓഫ്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.